ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. പ്രകൃതിയുടെ സ്വന്തം പച്ചമനുഷ്യൻ കല്ലൂർ ബാലന്റെ ഓർമ്മയിൽ നാട്. 22 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച കല്ലൂർ ബാലനില്ലാത്ത ആദ്യത്തെ പരിസ്ഥിതി ദിനം. പച്ച ടീഷർട്ട്, പച്ച ലുങ്കി, തലയിൽ പച്ച റിബൺ എന്നിവയുമായി മരങ്ങൾക്കും പ്രകൃതിക്കുമായി ജീവിതം ഉഴിഞ്ഞുവെച്ച കല്ലൂർ ബാലനെ പാലക്കാട് മറക്കില്ല. 22 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് അദ്ദേഹമില്ലാത്ത ആദ്യത്തെ പരിസ്ഥിതി ദിനം. ഫെബ്രുവരി 10 ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എല്ലാവരും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുമ്പോൾ എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമായി മാറ്റി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. അത്രയ്ക്കായിരുന്നു പ്രകൃതിയോടും മരങ്ങളോടുമുള്ള സ്നേഹം. കല്ലടിക്കോടൻ മലയ്ക്ക് സമാന്തരമായി നിൽക്കുന്ന അയ്യർമല, അയ്യപ്പൻമല, ചൂടിയൻമല എന്നിവയുടെ താഴ്വാരങ്ങളിലെ പ്രകൃതി സംരക്ഷണം ബാലൻ സ്വയം ഏറ്റെടുത്തിരുന്നു. ചൂടിയൻമലയുടെ താഴ്വാരത്തിൽ കോങ്ങാട് മൂച്ചിരി തേനൂർ റോഡിൽ മലമ്പുഴ കനാൽ പാലത്തിനു സമീപമാണ് ബാലന്റെ വീട്. ഈ പ്രദേശങ്ങളിൽ തരിശിട്ട ഏക്കർ കണക്കിന് കുന്നിൻ പ്രദേശം. ബാലൻ പച്ച പണിയിച്ചു. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനൊപ്പം വേലികെട്ടി അവയെ സംരക്ഷിച്ചു. മഴക്കുഴികൾ നിർമ്മിച്ച് വെള്ളം സംരക്ഷിക്കുന്നതിന്റെ ആവശ്യവും ബാലനിലൂടെ നാടറിഞ്ഞു. കാടിന്റെ മുകളിലുണ്ടാക്കിയ വറ്റാത്ത മഴക്കുഴികളിൽ നിന്ന് വന്യമൃഗങ്ങളടക്കമുള്ള ജീവജാലങ്ങൾക്ക് വെള്ളം കുടിക്കാനായി. അതിരാവിലെ പ്രാതലിനു ശേഷം ഊണും പൊതിഞ്ഞെടുത്ത് വീട്ടിൽ നിന്നിറങ്ങുന്ന ബാലൻ ഇരുട്ടിയാലാണ് തിരികെ എത്തുക. മഴക്കാലത്ത് മരം നടുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അദ്ദേഹം വേനൽക്കാലത്ത് ഉത്സവപ്പറമ്പുകളിൽ സൗജന്യ സംഭാര വിതരണവും നടത്തിയിരുന്നു. പ്രകൃതിക്കായുള്ള ബാലന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ വനമിത്ര പുരസ്കാരം, പ്രകൃതിമിത്രം പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിരുന്നു. PV തമ്പി മെമ്മോറിയൽ അവാർഡ്, കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ ബയോഡൈവേഴ്സിറ്റി പുരസ്കാരം, ഭൂമിമിത്ര പുരസ്കാരം, വൃക്ഷമിത്ര പുരസ്കാരം എന്നിവയും ലഭിച്ചു. 100-ലേറെ വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും എടുത്തിട്ടുണ്ട്.